നമ്മൾ നേരെ പോകുന്ന അന്താരാഷ്ട്ര കരകൗശല മേളയ്ക്ക് വടകര സർഗാലയിൽ തിരിതെളിഞ്ഞു എന്നൊരു പോസിറ്റീവ് വാർത്തയിലേക്കാണ്. ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. സർഗാലയ കേന്ദ്രമായി 100 കോടിയുടെ ഗ്ലോബൽ ഗേറ്റ് വേ പദ്ധതിയുടെ പ്രവർത്തനം ഉടൻ ആരംഭിക്കും എന്നതാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത്. കലയുടെയും കരകൗശലത്തിൻ്റെയും വലിയ മേളനം, അതെ, അതിന് തുടക്കമായി. ലോകത്തെ പ്രമുഖ കലാകരകൗശല വിദഗ്ധരെ അണിനിരത്തിയുള്ള സർഗാലയ അന്താരാഷ്ട്ര കലാകരകൗശല മേളയ്ക്ക് പ്രൗഢഗംഭീര തുടക്കം. ഉദ്ഘാടനം ചെയ്ത ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് സർഗാലയ കേന്ദ്രീകരിച്ച് മലബാറിലെ ടൂറിസത്തിന് വലിയ കുതിച്ചുചാട്ടം സർക്കാർ ആസൂത്രണം ചെയ്തതായി പറഞ്ഞു. വികസനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും രാഷ്ട്രീയ പാർട്ടികളും കൂട്ടായ പ്രവർത്തനമാണ് നടത്തേണ്ടതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. സർഗാലയ ഗ്ലോബൽ ഗേറ്റ് വേ ടു മലബാർ കൾച്ചറൽ ക്രൂസിബിൾ എന്ന പദ്ധതിക്കായി 95 കോടി 34 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച ഈ പദ്ധതിക്ക് എല്ലാ നിലയിലും സഹായം ചെയ്തു തന്ന കേന്ദ്ര സർക്കാരിനോടും ഇതിനോട് സഹകരിച്ച എല്ലാവരോടും പ്രത്യേകം നന്ദി പറയാൻ കൂടി വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മളെല്ലാവരും ഒന്നിച്ച് കേരളത്തിലെ ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്കൊപ്പം നിന്ന് ഇത് യാഥാർത്ഥ്യമാക്കാൻ, സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ, അങ്ങനെയുണ്ടല്ലോ, നമുക്ക് അനന്തമായി നീളാൻ പറ്റില്ല. എന്തായാലും ഫണ്ട് അനുവദിക്കപ്പെട്ടു. ഇനി ഇത് യാഥാർത്ഥ്യമാക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടപെടുക എന്നുള്ളതാണ്. ലോക ടൂറിസം ഭൂപടത്തിൽ സർഗാലയത്തിന് ഇതിനകം തന്നെ വലിയ സ്ഥാനമുണ്ടെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച രാജ്യസഭാംഗവും ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ PT ഉഷ പറഞ്ഞു. സർഗാലയുടെ ചാലക ശക്തിയായി ഊരാളുങ്കൽ നിൽക്കുന്നിടത്തോളം കാലം വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് മാത്രമേ സർഗാലയ്ക്ക് മുന്നേറാൻ കഴിയൂ എന്നത് അഭിമാനത്തോടെ ഓർക്കുന്നു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സർഗാലയ സീനിയർ ജനറൽ മാനേജർ TK രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. വടകരയ്ക്ക് വലിയ പുതുവത്സര ആഘോഷമായി മാറുകയാണ് സർഗാലയ അന്താരാഷ്ട്ര കലാകരകൗശലമേള. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്.